ഈ മലമ്പുഴ റോപ്പ് വേയിലൂടെ യാത്ര ഏകദേശം തീരാറായി, അവിടെ എത്താറായി. ആ കാണുന്ന സ്ഥലത്ത് വെച്ച് ഇത് തിരിയും. അവിടെ നമ്മൾ ഇറങ്ങണം. വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. അങ്ങോട്ട് കയറുന്ന സമയത്ത് ചെറിയ കുലുക്കമൊക്കെ ഉണ്ടാവും. ഈ റോപ്പ് വേയിലുള്ള യാത്ര വളരെ മനോഹരമാണ്, വളരെ മധുരമായൊരു അനുഭവമാണ്. മലമ്പുഴ വരുന്നവർ ശരിക്കും അതിൻ്റെ സൗന്ദര്യം എന്ന് പറയണമെങ്കിൽ മലമ്പുഴ ഡാമിൻ്റെ ചുറ്റും ഒന്ന് സഞ്ചരിക്കണം. വളരെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക. മലമ്പുഴ ഡാമിൽ വന്ന് ഉദ്യാനത്തിൽ മാത്രം പോയി കറങ്ങി പോവാതെ ഈ റോപ്പ് വേയിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് മലമ്പുഴ ഡാമിൻ്റെ ചുറ്റും ഒന്ന് സഞ്ചരിക്കുക. 2 റോഡുകളുണ്ട്, 2 ഭാഗത്തൂടി. ലോകത്തിലെ തന്നെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഇതവിടെ എത്താറായി, ഇവിടെ ഇറങ്ങാറായി. അപ്പോൾ ഇവിടെ ആൾക്കാർ ഇതുണ്ട്, വളരെ സൂക്ഷിച്ച് ഇറങ്ങണം. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇത്തിരി സ്പീഡിലാണ്. ചേട്ടാ ഇറങ്ങിക്കോ, സൈഡ് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് മലമ്പുഴ റോപ്പ് വേയിലൂടെ സഞ്ചരിച്ചിരിക്കുകയാണ്. ഈ റോപ്പ് വേയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മലമ്പുഴ ഡാമും അതിൻ്റെ ഉദ്യാനവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് മലമ്പുഴ ഡാം. ഇത് മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാനമാണ് ഈ കാണുന്നത്. ഈ റോപ്പ് വേയിൽ സഞ്ചരിക്കുന്നതിന് ഒരാൾക്ക് 71 രൂപയാണ്. കുട്ടികൾക്ക് കൺസെഷൻ ഉണ്ട്, ഫാമിലിക്ക് കൺസെഷൻ ഉണ്ട്. വളരെ രസകരമായ യാത്രയാണ് ഈ റോപ്പ് വേയിൽ. മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റോപ്പ് വേയിൽ ഇരുന്നിട്ട് വേണം പോകാൻ. ഇതിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ മലമ്പുഴ ഉദ്യാനം കാണാൻ സാധിക്കും. ആ ദൂരത്ത് കാണുന്ന ആ ഓടിൻ്റെ പുറകെ കാണുന്നത് മലമ്പുഴ ഡാമിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്.
ഇന്ന് ടൂറിസ്റ്റുകൾ കുറവാണ്, അതാണ്. പല ഇതിലും ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരുണ്ട്. ഒഴിവ് ദിവസങ്ങളിലാണ് ടൂറിസ്റ്റുകൾ കൂടുതൽ ഉണ്ടാവുക. ശനി ഞായർ പബ്ലിക് ഹോളിഡേയ്സ് ആ ദിവസങ്ങളിലാണ്. ആ ദൂരത്ത് കാണുന്നത് മലമ്പുഴ യക്ഷിയാണ്, കരികല്ലൂർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാനായി കുഞ്ഞിരാമൻ എന്നാണ് ശില്പി ഡിസൈൻ ചെയ്തതാണത്. ആ ദൂരത്ത് കാണുന്നത് അതിന് മലമ്പുഴ യക്ഷി എന്നാണ് പറയുക. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഈ ബോട്ടിങ്ങിന് സൗകര്യമാണ്. ഈ ബോട്ടുകളാണ് കാണുന്നത്. പാസഞ്ചർ ബോട്ട്, മറ്റേത് ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടുകളാണ്. മലമേടെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്ന നദിയാണ്. അത് കാണുന്നതാണ്. ആ വെള്ളം ദേവ് ഇടിച്ച് അങ്ങനെ പോകും. വളരെ മനോഹരമാണ്. മലമ്പുഴ ഡാമിൽ വരുന്നവരെല്ലാവർക്കും വളരെ ആസ്വാദ്യകരമായ കാഴ്ചകളാണ് ഈ റോപ്പ് വേയിൽ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. അത് കയറുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം തോന്നും, പക്ഷേ അതുകൊണ്ട് കുറച്ച് ദൂരം പോകുമ്പോഴേക്ക് നമുക്കത് ശരിയാവും. ഏതൊക്കെ ചില രോഗികൾക്ക് ഇതിൽ കയറാൻ പറ്റില്ല. ഹാർട്ട് അസുഖമുള്ളവർ, എപ്പിലെപ്സി ഉള്ളവർ, അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ളവർ കയറരുത്. ഈ കാണുന്നതിൻ്റെ കുറച്ചപ്പുറത്താണ് മലമ്പുഴ യക്ഷി ഉള്ളത്. കുറേ ടൂറിസ്റ്റുകൾ കൈ കാണിക്കുന്നുണ്ട്. 71 1 പേഴ്സൺ. ഒരാൾക്ക് 71 രൂപയാണ് ചാർജ്. കുട്ടികൾക്ക് റേറ്റ് വ്യത്യാസമുണ്ട്, സ്റ്റുഡൻസിന് വ്യത്യാസമുണ്ട്, ഫാമിലിക്ക് വ്യത്യാസമുണ്ട്. അതൊന്നും വലിയ ചാർജല്ല. കുലുങ്ങുണ്ട് ഇവിടെ. നമ്മളവിടെ പോയി തിരിയാൻ പോകുന്നു. അതാ കാണുന്ന സ്ഥലത്ത് പോയി തിരിയും. അപ്പോൾ ചെറിയ കുലുക്കും ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ പേടി തോന്നും. ഭയക്കാരൊന്നുമില്ല, ഇവിടെ സേഫാണ്. കുട്ടികളെ രോഗികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇത്രയും മനോഹരമായ റോപ്പ് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. മലമ്പുഴ പോലെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇവിടെ തിരിയാരായി. അവിടെ ചെറിയൊരു കുലുക്കുണ്ട്. ആദ്യം വരുന്നവർക്ക് ചെറിയ പേടി തോന്നും. പേടിക്കാനൊന്നുമില്ല. ഈ റോഡാണ്. ഈ റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൻ്റെ കുറേ സൈഡുകൾ നമുക്ക് കാണാൻ പറ്റും. മലമ്പുഴ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ. ആനക്കല്ല് പറഞ്ഞ സ്ഥലമുണ്ട്.
ആദിവാസികളൊക്കെ ഉള്ള സ്ഥലമാണ്. കുറേ ദൂരം ഉള്ളിലോട്ട് പോകണം. അത് കാണേണ്ട സ്ഥലമാണ്. വളരെ ഭംഗിയുള്ള സ്ഥലം. ലോകത്തിലെ തന്നെ മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. കുറേ ദൂരം പോകണം. അവിടെ ആനകളൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല റോഡുണ്ട്, പേടിക്കാനൊന്നുമില്ല. ഇവിടെ നമ്മളൊന്ന് ഒരു ചെറിയ ഡാൻസ് കളിക്കും പോലെ കുലുങ്ങും, തിരിഞ്ഞു വരാൻ പോകണം. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു കുലുക്കുണ്ടാവും അവിടെ, ശബ്ദമൊക്കെ ഉണ്ട്. തിരിഞ്ഞു ഡാൻസ് കളിക്കുമ്പോൾ കിട്ടും. ഇനിയിപ്പം ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയാവും. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് ആനക്കല്ലിക്കുള്ള റോഡ് തന്നെ. വണ്ടികൾ ആ സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൽ ചുറ്റും നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഈ റോഡാണത്. അവിടെ ആദിവാസികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ പോകണം, കുറേ ദൂരം പോകണം. എത്ര കിലോമീറ്റർ എന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ട്. വളരെ മനോഹരമാണ് അവിടെ ദൃശ്യങ്ങൾ. ബംഗാളിൽ നിന്നുള്ളൊരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉഷ ബ്രിക്കോ പറഞ്ഞിട്ട് ഒരു കമ്പനി. അതിന് ഉടൻ കട്ടോളം എന്താണ് പറയാൻ. നല്ല രസമാണ്. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇതാ അതിൽ വിശ്രമിക്കുന്ന ആൾ. ഇവിടെ കരിമ്പ് ജ്യൂസ് കിട്ടുന്ന സ്ഥലമൊക്കെ കിട്ടും, ഐസ്ക്രീം. മലമ്പുഴ പക്ഷി കുറച്ച് അപ്പുറത്താണ്, ഇവിടുത്തെ കാണുന്നില്ല. കാനായി കുഞ്ഞിരാമൻ പറഞ്ഞ ഡിസൈൻ ചെയ്തതാണ്. മലമ്പുഴ ഡാം തുറക്കുമ്പോൾ വെള്ളം തീയാണ്, ഇതിൽ കൂടെ വരും. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാനുള്ള ബോട്ടൊക്കെ ഉണ്ട് തിരിച്ചോട്ട് KTDC. മലമ്പുഴ ഡാമിൻ്റെ സൗന്ദര്യം നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഡാമിന് ചുറ്റും സഞ്ചരിക്കണം. അതാണ് മലമ്പുഴ ഡാം റിസർവയറാണ് ആ കാണുന്നത്. അതിൽ നിന്നാണ് വെള്ളം തുറന്നു വിടുമ്പോൾ ഇതിൽ കൂടെ വരും. ആ വെള്ളം വരുന്ന സ്ഥലമാണ്. ഇതാ ബോട്ടുകൾ.
കമ്പി ചോട്ടിൽ ജപ്പാൻ പാർക്കുന്ന പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല, ഒരു ഗ്ലോബൊക്കെ വെച്ചിട്ട്.